ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലെ സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രസൻറ്റേഷനകത്തുള്ള സ്ലൈഡുകളെ കാണിച്ചു തരിക അല്ലേ? ഓഡിയൻസിന് മുന്നിൽ എന്ത് ചെയ്യുകയാണ്? നമുക്ക് അവതരിപ്പിക്കണം. അതിനായിട്ട് ആ സ്ലൈഡുകൾ എന്ത് ചെയ്യണം? നമ്മൾ ഷോ ചെയ്യുകയാണ്. അതിനാണ് സ്ലൈഡ് ഷോ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. എക്സ്ക്ലൂസീവ്ലി സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ടാബ് തന്നെ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിനകത്ത് അവൈലബിൾ ആണ്. സോ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങോട്ടേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും കൂടി നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഷോർട്ട് കട്ട് കീ ഫോർ വ്യൂയിങ് സ്ലൈഡ്സ് ഫ്രം ബിഗിനിങ് ഓഫ് പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷൻ്റെ ഒന്നാമത്തെ സ്ലൈഡിൽ നിന്നും എന്ത് ചെയ്യണം? എനിക്ക് സ്ലൈഡ് ഷോ ആരംഭിക്കണം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ F3 ആണോ, ഓപ്ഷൻ ബി F5 ആണോ, ഓപ്ഷൻ സി F7 ആണോ, ഓപ്ഷൻ ഡി F11 ആണോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി എന്താണ്? F5 ആണ്. F5. ഇനി ഒരു പക്ഷേ കറണ്ട് സ്ലൈഡിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറണ്ട് സ്ലൈഡിൽ നിന്നും സ്ലൈഡ് ഷോ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് F5 നമ്മൾ അമർത്തിയേനെ. ഷിഫ്റ്റ് F5 കേട്ടോ, അത് പഠിച്ചുകൊള്ളുക. ഒന്നാമത്തെ സ്ലൈഡ് മുതലാണെങ്കിൽ F5 ആണ് കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ പവർ പോയിന്റ് വിച്ച് ഷോർട്ട് കട്ട് കീ ടു സ്റ്റാർട്ട് പ്രസൻറ്റേഷൻ ഫ്രം ദ കറണ്ട് സ്ലൈഡ്? നമ്മൾ പഠിച്ചിരുന്നു എന്താണ് ഇവിടെ? ഓപ്ഷൻ ബി ഷിഫ്റ്റ് F5 ആണ്. ഷിഫ്റ്റ് F5. കറണ്ട് സ്ലൈഡിൽ നിന്നും പ്രസൻറ്റേഷൻ ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നൽകേണ്ടത്? ഷിഫ്റ്റ് F5 ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, ഇൻ എ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ യൂസിങ് പവർ പോയിന്റ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ വിച്ച് കീ ഈസ് യൂസ്ഡ് ടു എൻഡ് ദ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ? സ്ലൈഡ് ഷോ പ്രസൻറ്റേഷനെ നമുക്ക് എന്ത് ചെയ്യണം? എൻഡ് ആക്കണം, നമുക്ക് നിർത്തണം. നിർത്തുവാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കീബോർഡ് കീ ഏതാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ എസ്കേപ്പ് കീ ആണ് കേട്ടോ. എസ്കേപ്പ് കീ. ഒരു പ്രസൻറ്റേഷൻ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സ്ലൈഡ് ഷോ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിന് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ കീബോർഡിനകത്ത് എസ്കേപ്പ് കീ അമർത്തിയാൽ മതി. അതുപോലെ ഒരു പ്രസൻറ്റേഷൻ റണ്ണായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, സ്ലൈഡ് ഷോ റണ്ണായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ പൗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കീബോർഡിൽ എസ് അമർത്തുക. കീബോർഡിൽ എസ് അമർത്തുക. പൗസാക്കി വെച്ചതിനെ വീണ്ടും റെസ്യൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗൈൻ ഒന്നുകൂടെ എന്ത് ചെയ്യുക? കീബോർഡിൽ എസ് എന്ന് പറയുന്ന കീയിൽ അമർത്തിയാൽ മതിയാവും കേട്ടോ. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു കസ്റ്റമൈസ് ദ സ്ലൈഡ് ഷോ ആൻഡ് ഡിസ്പ്ലേ ഓൺലി ദ സെലക്റ്റഡ് സ്ലൈഡ്സ്? അപ്പോൾ നമുക്ക് സ്ലൈഡ് ഷോയിൽ നമുക്ക് സ്ലൈഡ് ഷോനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സെലക്റ്റഡ് സ്ലൈഡ് മാത്രം ഡിസ്പ്ലേയിൽ കൊണ്ടുവന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഏത് ടൂളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻ എ ലൈവ്, ഓപ്ഷൻ ബി സ്ലൈഡ് ഷോ, ഓപ്ഷൻ സി കസ്റ്റം ഷോ, ഓപ്ഷൻ ഡി കസ്റ്റം സ്ലൈഡ് ഷോ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി കസ്റ്റം സ്ലൈഡ് ഷോ ആണ് കേട്ടോ. സെലക്റ്റഡ് സ്ലൈഡ്, നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സ്ലൈഡ് മാത്രം സ്ലൈഡ് ഷോയിൽ കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ലൈഡ് ഷോനെ കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടൂളാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ദെൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് കയറാം. വാട്ട് ഈസ് സ്ലൈഡ് ഷോ? എന്താണ് സ്ലൈഡ് ഷോ എന്നുള്ളതാണ്. എ സ്ലൈഡ് ഷോ ഈസ് ദ മോഡ് ഇൻ വിച്ച് പവർ പോയിന്റ് ഡിസ്പ്ലേസ് സ്ലൈഡ്സ് ഫുൾ സ്ക്രീൻ ഫോർ പ്രസൻറ്റേഷൻ. അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഫുൾ സ്ക്രീൻ മോഡിലേക്ക് ആ സ്ലൈഡിനെ അല്ലെങ്കിൽ ആ കണ്ടന്റിനെ നമുക്ക് ഓഡിയൻസിന് മുന്നിൽ കാണിച്ചു കൊടുക്കുവാനായി നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു വ്യൂവിനെയാണ് സ്ലൈഡ് ഷോ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണാൻ സാധിക്കുന്നത് എന്താണ്? സ്ലൈഡ് ഷോയിൽ ഇട്ടിരിക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ് കേട്ടോ. സ്ലൈഡ് ഷോയിൽ ഇട്ടിരിക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ് എൻ്റെ പുറകിൽ. ഇതോ നിങ്ങളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. എൻ്റെ പുറകിൽ കാണുന്നത് എന്താണ്? ഇത് ഒരു സ്ലൈഡ് ഷോയിൽ റണ്ണാക്കിക്കൊണ്ടിരിക്കുന്ന പ്രസൻറ്റേഷൻ ആണ്. അപ്പോൾ സ്ലൈഡ് ഷോ ഈസ് ദ മോഡ് ഇൻ വിച്ച് പവർ പോയിന്റ് ഡിസ്പ്ലേസ് സ്ലൈഡ്സ് full screen for presentation. It allows the audience to view slides one by one with animations, transitions, videos and sounds. അപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീനിൽ പ്രസൻറ്റേഷൻ എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. നമുക്ക് മറ്റ് ടൂൾസോ, ടൈറ്റിൽ ബാറോ, ടാസ്ക് ബാറോ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിനകത്തുള്ള മറ്റ് ടൂൾസ് ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ല. ആ പ്രസൻറ്റേഷനകത്ത് കിടക്കുന്ന സ്ലൈഡുകളെ ഫുൾ സ്ക്രീൻ ആക്കിക്കൊണ്ട്, നമ്മുടെ ഡിസ്പ്ലേയുടെ ഫുൾ സ്ക്രീൻ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്ലൈഡ് ഷോയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഓഡിയൻസിന് ആ സ്ലൈഡിന് വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്ലൈഡുകളും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അനിമേഷൻസ്, ട്രാൻസിഷൻസ്, വീഡിയോസോ സൗണ്ട്സോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ആ സ്ലൈഡ് ഷോ റൺ ചെയ്യുന്ന സമയത്ത് ഫുൾ സ്ക്രീൻ മോഡിൽ കാണാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. ദെൻ സ്ലൈഡ് ഷോ ടാബ് ഗ്രൂപ്പ്സ് നമുക്ക് നോക്കാം. നമുക്ക് ഒരു സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനകത്ത് എന്തെല്ലാം കാണാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം.
നമ്മുടെ പവർ പോയിന്റിൽ സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ടാബ് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. സ്ലൈഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ടാബ് അല്ലെങ്കിൽ ഒരു മെനു തന്നെയുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഗ്രൂപ്പുകൾ കാണാം. സ്ലൈഡ് ഷോ, സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഗ്രൂപ്പ്, സെറ്റപ്പ് ഗ്രൂപ്പ്, മോണിറ്റേഴ്സ് ഗ്രൂപ്പ്. അതിൽ ഈ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഫ്രം ബിഗിനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്, കസ്റ്റം സ്ലൈഡ് ഷോ എന്നീ പറയുന്ന ഓപ്ഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ സ്ലൈഡ് ഷോ ടാബ് ഗ്രൂപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഗ്രൂപ്പാണ്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ ഈ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് ഫ്രം ബിഗിനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്, കസ്റ്റം സ്ലൈഡ് ഷോ എന്നീ പറയുന്ന 3 ഓപ്ഷൻസ് ആണ് കാണാൻ സാധിക്കുക. നിങ്ങളിവിടെ കണ്ടല്ലോ, ഈ കാണുന്ന 3 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അവിടെ ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്സ് ദ പ്രസൻറ്റേഷൻ ഫ്രം ഫസ്റ്റ് സ്ലൈഡ്. ഒരു പ്രസൻറ്റേഷൻ്റെ ഒന്നാമത്തെ സ്ലൈഡിൽ നിന്നും സ്ലൈഡ് ഷോ ആരംഭിക്കുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഫ്രം ബിഗിനിങ് എന്ന് പറയുന്നത്. അതിനായിട്ട് ഉപയോഗിക്കുന്ന കീബോർഡ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ കീയിലെ F5 ആണ്. ഫംഗ്ഷൻ കീയിലെ F5 അമർത്തി കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റേഷൻ്റെ ആദ്യത്തെ സ്ലൈഡ് മുതലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് സ്ലൈഡ് ഷോ കാണുവാനായിട്ട് സാധിക്കുക. രണ്ടാമത്തെ കമാൻഡ് എന്ന് പറയുന്നത് ഫ്രം കറണ്ട് സ്ലൈഡ്. ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ദ പ്രസൻറ്റേഷൻ ഫ്രം കറൻ്റ്ലി സെലക്റ്റഡ് സ്ലൈഡ്. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, നിലവിൽ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈഡ് മുതലായിരിക്കും സ്ലൈഡ് ഷോ എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അതിനായിട്ട് ഉപയോഗിക്കേണ്ട കീബോർഡ് ഷോർട്ട് കട്ടാണ് ഷിഫ്റ്റ് F5 എന്ന് പറയുന്നത്. ഇതിനടുത്ത ഓപ്ഷൻ കസ്റ്റം സ്ലൈഡ് ഷോ. കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ്സ് ആൻഡ് പ്രസൻസ് ഓൺലി സെലക്റ്റഡ് സ്ലൈഡ്സ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ലൈഡ് മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ സാധിക്കുക, നമുക്ക് സ്ലൈഡ് ഷോയിൽ കാണിക്കാനായിട്ട് സാധിക്കുക. അതെങ്കിൽ നമുക്ക് നമ്മുടെ സ്ലൈഡ് ഷോനെ എന്ത് ചെയ്യാൻ പറ്റുന്നു, കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. എല്ലാ സ്ലൈഡുകളും കാണിക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്ലൈഡ് മാത്രമായിരിക്കും സ്ലൈഡ് ഷോയിൽ കാണാൻ സാധിക്കുക. അതാണ് കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞു മെനു വരും. കസ്റ്റം ഷോസ് എന്നൊരു ടാബ് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കസ്റ്റം ഷോസ് ഡയലോഗ് ബോക്സ് വരും. ഇവിടെ എൻ്റെ ഈ പ്രസൻറ്റേഷനകത്ത് 11 സ്ലൈഡുകളാണ് ഉള്ളത് കേട്ടോ. 11 സ്ലൈഡുകൾ. ആ കസ്റ്റം ഷോസിൽ ന്യൂ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടാബ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ്റെ പ്രസൻറ്റേഷനകത്ത് ഉള്ള സ്ലൈഡുകളാണ് ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഞാനൊരു സാമ്പിൾ സ്ലൈഡാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്തുള്ള സാമ്പിൾ പ്രസൻറ്റേഷനാണ്. അതിനകത്തുള്ള ഓരോ പേജുകളുമാണ് ഈ കാണാൻ സാധിക്കുക. അപ്പോൾ എനിക്ക് ഏതെല്ലാം പേജുകളാണ് അല്ലെങ്കിൽ ഏതെല്ലാം സ്ലൈഡുകളാണ് എൻ്റെ പ്രസൻറ്റേഷനിൽ കാണിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ആഡ് കൊടുക്കുക. ദെൻ രണ്ടാമത്തെ സ്ലൈഡ് എനിക്ക് വേണ്ട, മൂന്നാമത്തത് മതി എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുക്കുക. ദെൻ 5 ആഡ് കൊടുക്കുക. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുന്ന സ്ലൈഡുകളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ലൈഡ്സ് ഇൻ കസ്റ്റം ഷോ എന്ന് പറയുന്ന ആ ഒരു പെയിനിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ദെൻ ഞാൻ ഓക്കെ കൊടുത്തിട്ട് ഞാൻ ഷോ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈഡുകൾ മാത്രമായിരിക്കും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, കാണുവാനായിട്ട് സാധിക്കുക. അല്ലാതെയുള്ള മുഴുവൻ സ്ലൈഡുകൾ എന്ത് ചെയ്യില്ല, നമ്മുടെ മുന്നിൽ സ്ലൈഡ് ഷോ ആയിട്ട് കാണിച്ച് തരില്ല. അതാണ് കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടാനാണ് ഞാൻ ചെയ്ത് കാണിച്ചു തന്നത്. അത് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ലൈഡ് ഷോ ടാബിലെ ഗ്രൂപ്പാണ് സെറ്റപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സെറ്റപ്പ് ഗ്രൂപ്പ്. ദ സെറ്റപ്പ് ഗ്രൂപ്പ് ഇൻ ദ സ്ലൈഡ് ഷോ ടാബ് കണ്ടെയ്ൻസ് കമാൻഡ്സ് ദാറ്റ് ഹെൽപ്പ് യു കോൺഫിഗർ ആൻഡ് കൺട്രോൾ ഹൗ എ പ്രസൻറ്റേഷൻ റൺസ്. ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ റൺ ചെയ്യണം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുവാനും കൺട്രോൾ ചെയ്യുവാനും വേണ്ടിയിട്ട് ഉള്ള ഒരു ഗ്രൂപ്പാണ് സെറ്റപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സെറ്റപ്പ് ഗ്രൂപ്പിനകത്ത് പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ആദ്യത്തെ കമാൻഡാണ് സെറ്റപ്പ് സ്ലൈഡ് ഷോ. അപ്പോൾ സെറ്റപ്പ് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സെറ്റപ്പ് ഷോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ബോക്സ് വന്നു. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഷോ ടൈപ്പ് അല്ലേ, ഷോ ടൈപ്പ്, പ്രസൻറ്റഡ് ബൈ സ്പീക്കർ, ബ്രൗസഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇവ ഓരോന്നും എന്താണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വരാം. ഷോ പ്രസൻറ്റഡ് ബൈ എ സ്പീക്കർ. ഷോ പ്രസൻറ്റഡ് ബൈ എ സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ് പ്രസൻറ്റേഷൻ ഇൻ ഫുൾ സ്ക്രീൻ മോഡ്. ഒരു പ്രസൻറ്റേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ സ്ക്രീൻ മോഡിലിട്ട് കാണിക്കുവാനായിട്ട് സാധിക്കും. ദ പ്രസൻറ്റർ ചേഞ്ചസ് സ്ലൈഡ്സ് മാനുവലി യൂസിങ് ദ മൗസ്, കീബോർഡ് ഓർ പ്രസൻറ്റേഷൻ റിമോട്ട്. ഒരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രസൻറ്ററിന് മാനുവലി മൗസോ കീബോർഡോ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റർ ഉണ്ടല്ലോ, പ്രസൻറ്റർ റിമോട്ട്, അതുപയോഗിച്ച് ഓരോ പ്രസൻറ്റേഷനെയും ഓരോ പേജിനെയും എന്ത് ചെയ്യാൻ പറ്റും, മാറ്റി ഓഡിയൻസിന് മുന്നിൽ കാണിക്കുവാനായിട്ട് സാധിക്കും.
ദ പ്രസൻറ്റേഷൻ ഫിൽസ് ദ എൻറ്റയർ സ്ക്രീൻ. നമ്മുടെ പ്രസൻറ്റേഷൻ നമ്മുടെ മുഴുവൻ സ്ക്രീനിൽ, ഇപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ, ഇതേപോലെ നമ്മുടെ സ്ക്രീനിന് മുഴുവനായിട്ട് പ്രസൻറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഷോ പ്രസൻറ്റഡ് ബൈ എ സ്പീക്കർ എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പ് ഷോയിൽ ഷോ ടൈപ്പിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രസൻറ്റഡ് ബൈ എ സ്പീക്കർ ഫുൾ സ്ക്രീൻ, ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും ഡിഫോൾട്ടായിട്ട് സെലക്റ്റായി കിടക്കുക. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണ്? ഡിസ്പ്ലേസ് ദ പ്രസൻറ്റേഷൻ ഇൻ ഫുൾ സ്ക്രീൻ മോഡ്. The presenter changes slides manually using the mouse, keyboard or presentation remote. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വേണമെങ്കിൽ ചോദിക്കാം. അടുത്ത ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, ഇതാ രണ്ടാമത്തെ ഓപ്ഷൻ. ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺസ് ദ പ്രസൻറ്റേഷൻ ഇൻസൈഡ് എ പവർ പോയിന്റ് വിൻഡോ ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ സ്ക്രീൻ. ഫുൾ സ്ക്രീൻ മോഡിൽ ഇട്ട് സ്ലൈഡ് ഷോ കാണുന്നതിന് പകരം നമ്മുടെ പ്രസൻറ്റേഷനെ അല്ലെങ്കിൽ സ്ലൈഡ് ഷോയിനെ ഒരു പവർ പോയിന്റ് വിൻഡോയ്ക്കകത്തായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ദ യൂസർ ക്യാൻ റീസൈസ് ഓർ മൂവ് ദ വിൻഡോ വൈൽ വ്യൂവിങ് ദ സ്ലൈഡ്സ്. അപ്പോൾ സ്ലൈഡ്സ് കാണുന്ന ആ സമയത്ത് തന്നെ യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും, ആ വിൻഡോയെ റീസൈസ് ചെയ്യുവാനോ മൂവ് ചെയ്യുവാനോ സാധിക്കും. റിസൾട്ട്, ദ പ്രസൻറ്റേഷൻ ഡസ് നോട്ട് കവർ ദ ഹോൾ സ്ക്രീൻ. നമ്മുടെ ഫുൾ സ്ക്രീനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പ്രസൻറ്റേഷനെ ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പ് ഷോ ഇട്ടാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മനസ്സിലാക്കുക കേട്ടോ, അത് അറിഞ്ഞിരിക്കുക. ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ വിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിൻഡോയ്ക്കകത്ത് വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പ്രസൻറ്റേഷനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ ഞാൻ ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഫുൾ സ്ക്രീനിലാവാതെ മുകളിൽ ടൈറ്റിൽ ബാറും അതുപോലെ തന്നെ താഴെ ടാസ്ക് ബാറും സൈഡിൽ സ്ക്രോൾ ബാറൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ നമുക്ക് കാണാൻ സാധിക്കുക. അതായത് വിൻഡോ മോഡാണ്, വിൻഡോയും കൂടി നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ ടൈറ്റിൽ ബാറും സൈഡിൽ സ്ക്രോൾ ബാറും താഴെ ടാസ്ക് ബാറൊക്കെ കാണാൻ സാധിക്കും കേട്ടോ, അത് മനസ്സിലാക്കുക. അപ്പോൾ ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺസ് ദ പ്രസൻറ്റേഷൻ ഇൻസൈഡ് എ പവർ പോയിന്റ് വിൻഡോ ഇൻസ്റ്റെഡ് ഓഫ് ഫുൾ സ്ക്രീൻ. ദ യൂസർ ക്യാൻ റീസൈസ് ഓർ മൂവ് ദ വിൻഡോ വൈൽ വ്യൂവിങ് ദ സ്ലൈഡ്സ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉപയോഗം? ദ പ്രസൻറ്റേഷൻ ഡസ് നോട്ട് കവർ ദ ഹോൾ സ്ക്രീൻ. ഹോൾ സ്ക്രീൻ എന്ത് ചെയ്യുന്നില്ല, കവർ ചെയ്യുന്നില്ല. ഫുൾ സ്ക്രീൻ മോഡ് അല്ലാതെ വിൻഡോസ് മോഡിലായിരിക്കും ബ്രൗസ്ഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ നമുക്ക് നമ്മുടെ സ്ലൈഡ് ഷോയിൽ പ്രസൻറ്റേഷനെ കാണാൻ സാധിക്കുക. ഓക്കെ, ഇതിനടുത്ത ഓപ്ഷൻ ബ്രൗസ്ഡ് അറ്റ് എ കിയോസ്ക്. എന്താണ് ബ്രൗസ്ഡ് അറ്റ് എ കിയോസ്ക്? ഇതാണ് ബ്രൗസ്ഡ് അറ്റ് എ കിയോസ്ക് എന്ന് പറയുന്നത്. ബ്രൗസ്ഡ് അറ്റ് എ കിയോസ്ക് എന്ന് പറഞ്ഞാൽ റൺസ് ദ പ്രസൻറ്റേഷൻ ഇൻ ഫുൾ സ്ക്രീൻ മോഡ്. ഫുൾ സ്ക്രീൻ മോഡിൽ തന്നെ നമുക്ക് പ്രസൻറ്റേഷനെ റൺ ചെയ്യാം. സ്ലൈഡ്സ് യൂഷ്വലി ചേഞ്ച് ഓട്ടോമാറ്റിക്കലി യൂസിങ് സേവ്ഡ് ടൈമിങ്സ്. അതായത് ഒരു സ്ലൈഡ് ഷോ നടക്കുന്ന സമയത്ത് ഓരോ സ്ലൈഡും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഓരോ സ്ലൈഡും എത്ര സമയമാണ് സ്ക്രീനിൽ കാണേണ്ടത് എന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക്കലി സ്ലൈഡുകൾ മാറിക്കൊണ്ടിരിക്കും. വ്യൂവേഴ്സ് കനോട്ട് ഫ്രീലി മൂവ് ബിറ്റ്വീൻ സ്ലൈഡ്സ് യൂസിങ് ദ കീബോർഡ് ഓർ മൗസ്. അപ്പം വ്യൂവേഴ്സിന് അല്ലെങ്കിൽ ഒരു പ്രസൻറ്ററിന് മൗസോ കീബോർഡോ ഉപയോഗിച്ച് മാനുവലി ഈ ഒരു മോഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്ലൈഡുകളെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓരോ സ്ലൈഡിനും അനുവദിച്ചിരിക്കുന്ന സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലൈഡ് എന്ത് ചെയ്തോളും, സ്ലൈഡ് ഷോ ടൈപ്പിൽ മാറിക്കോളും. ദ പ്രസൻറ്റേഷൻ കീപ്സ് പ്ലേയിങ് ഓട്ടോമാറ്റിക്കലി അണ്ടിൽ ഇറ്റ് ഈസ് സ്റ്റോപ്പ്ഡ്. ഒരു പ്രസൻറ്റേഷൻ സ്ലൈഡ് ഷോ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്തുകൊള്ളും, ഇങ്ങനെ പ്രസൻറ്റേഷൻ റണ്ണായിക്കൊണ്ട് ഇരുന്നു കൊള്ളും. അതാണ് ബ്രൗസ്ഡ് അറ്റ് എ കിയോസ്ക് എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സൂപ്പറായിട്ട് പഠിച്ചുകൊള്ളുക കേട്ടോ. പ്രസൻറ്റഡ് ബൈ എ സ്പീക്കർ എന്ന് പറഞ്ഞാൽ സ്പീക്കറിന് തന്നെ മാനുവലി എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ട് പറ്റും. ബ്രൗസ്ഡ് അറ്റ് എ കിയോസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അനുവദിച്ചിരിക്കുന്ന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ലൈഡുകൾ എന്ത് ചെയ്തോളും, റൺ ചെയ്തുകൊള്ളും. നമുക്ക് മാനുവലി ഒന്നും ചെയ്യാൻ കഴിയില്ല. അടുത്തത് ലൂപ്പ് കണ്ടിന്യൂസ്ലി അണ്ടിൽ എസ്കേപ്പ് ഈസ് പ്രസ്ഡ്. ഇവിടെ ലൂപ്പ് കണ്ടിന്യൂസ്ലി അണ്ടിൽ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആഫ്റ്റർ ദ ലാസ്റ്റ് സ്ലൈഡ് പ്രസൻറ്റേഷൻ സ്റ്റാർട്ട്സ് അഗെയിൻ ഫ്രം ഫസ്റ്റ് സ്ലൈഡ്. അതായത് ഒരു ലൂപ്പിംഗ് ആണ്. അപ്പോൾ ഒന്നാമത്തെ സ്ലൈഡിൽ നിന്ന് പ്രസൻറ്റേഷൻ തുടങ്ങി അവസാനത്തെ സ്ലൈഡ് എത്തുമ്പോൾ സാധാരണഗതിയിൽ ആ പ്രസൻറ്റേഷൻ എന്ത് ചെയ്യും, എൻഡായിട്ട് എഗെയിൻ വീണ്ടും നോർമൽ മോഡിൽ വന്ന് കിടക്കും പ്രസൻറ്റേഷൻ. അപ്പോൾ ലൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലൂപ്പ് കണ്ടിന്യൂസ്ലി അണ്ടിൽ ദ എസ്കേപ്പ് ഈസ് പ്രസ്ഡ്. എസ്കേപ്പ് കീ അമർത്തുന്നത് വരെയും നമ്മുടെ പ്രസൻറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് റണ്ണായിക്കൊണ്ടിരിക്കും. അവസാനത്തെ സ്ലൈഡ് എത്തിക്കഴിഞ്ഞാൽ അഗെയിൻ വീണ്ടും എന്ത് ചെയ്യും, ഒന്നാമത്തെ സ്ലൈഡിലേക്ക് പോകും കേട്ടോ. ആഫ്റ്റർ ദ ലാസ്റ്റ് സ്ലൈഡ് ദ പ്രസൻറ്റേഷൻ സ്റ്റാർട്ട്സ് അഗെയിൻ ഫ്രം ഫസ്റ്റ് സ്ലൈഡ്. ഒന്നും കൂടി എന്ത് ചെയ്യും, തുടങ്ങും.
ഇറ്റ് കണ്ടിന്യൂസ് റിപ്പീറ്റിംഗ് അണ്ടിൽ യു പ്രസ് ദ എസ്കേപ്പ് കീ. നമ്മൾ എസ്കേപ്പ് കീ അമർത്തുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. ദ പ്രസൻറ്റേഷൻ റിസൾട്ട്സ് റിപ്പീറ്റ്സ് ഓട്ടോമാറ്റിക്കലി. ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ 10 വരെയുള്ള പേജ് 10ാമത്തെ സ്ലൈഡ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു, 1ാമത്തെ സ്ലൈഡിലേക്ക് വരുന്നു. നമ്മൾ എസ്കേപ്പ് കീ അമർത്തുന്നത് വരെ ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. ഇതാണ് ലൂപ്പ് കണ്ടിന്യൂസ്ലി അണ്ടിൽ എസ്കേപ്പ് ഈസ് പ്രസ്ഡ് എന്നെന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അടുത്തത് ഷോ വിത്ത് ഓർ വിത്തൗട്ട് നരേഷൻ. ഷോ വിത്തൗട്ട് നരേഷൻ എന്ന് പറയുന്ന 2 ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഷോ വിത്തൗട്ട് നരേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് നോക്കാം. വിത്ത് നരേഷൻ എന്ന് പറഞ്ഞാൽ പ്ലേസ് ദ റെക്കോർഡഡ് വോയിസ് വൈൽ ഷോയിങ് ദ സ്ലൈഡ്സ് റണ്ണായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വോയിസും കൂടി എന്ത് ചെയ്യുന്നു, പ്ലേ ചെയ്യുന്നു. വിത്തൗട്ട് നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻ്റായിട്ട് സ്ലൈഡുകളെ എന്ത് ചെയ്യുന്നു, റൺ ചെയ്യുന്നു കേട്ടോ. പഠിക്കാൻ എളുപ്പമുണ്ട്. അടുത്തത് ഷോ വിത്ത് ഓർ വിത്തൗട്ട് അനിമേഷൻ. വിത്ത് അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ആൻഡ് പിക്ചേഴ്സ് അപ്പിയർ വിത്ത് അനിമേഷൻ എഫക്ട്സ്. നമ്മൾ അനിമേഷൻ എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റും പിക്ചേഴ്സും ഒക്കെ അനിമേഷനോടൊപ്പം ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുക. വിത്തൗട്ട് അനിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറിത്തിങ് അപ്പിയേഴ്സ് ഇമ്മീഡിയറ്റ്ലി വിത്തൗട്ട് അനിമേഷൻ. യാതൊരു അനിമേഷൻ എഫക്റ്റും ഇല്ലാതെ ഒബ്ജക്റ്റുകളെല്ലാം വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അടുത്തത് ഇതവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. ഷോ സ്ലൈഡ്സ് കേട്ടോ. ആള്, ഫ്രം, കസ്റ്റം ഷോ എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ഓൾ സ്ലൈഡ്സ് ഓർ എ കസ്റ്റം റേഞ്ച്, മീനിങ് ചൂസ് വിച്ച് സ്ലൈഡ്സ് വിൽ ഷോൺ ഡ്യൂറിങ് ദ പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷൻ നടക്കുന്ന സമയത്ത് ഏതെല്ലാം സ്ലൈഡുകളാണ് കാണേണ്ടത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഓൾ ഉണ്ട്, ഫ്രം ഉണ്ട്, കസ്റ്റം സ്ലൈഡ് ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇതാ കണ്ടോ, ഓൾ ഉണ്ട്, ഫ്രം ഉണ്ട്, കസ്റ്റം ഷോ ഉണ്ട്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ് എവറി സ്ലൈഡ്, എല്ലാ സ്ലൈഡുകളും, ആ പ്രസൻറ്റേഷനകത്തുള്ള എല്ലാ സ്ലൈഡുകളും നമുക്ക് സ്ലൈഡ് ഷോ ചെയ്യാനായിട്ട് പറ്റും. ഫ്രം 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓൺലി എ സെലക്റ്റഡ് റേഞ്ച്. നമുക്കൊരു റേഞ്ച് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്കിപ്പോൾ 2ാമത്തെ സ്ലൈഡ് മുതൽ 6ാമത്തെ സ്ലൈഡ് വരെ കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അവിടെ റേഞ്ച് കൊടുക്കാം. ആ പറഞ്ഞിരിക്കുന്ന 2ാമത്തെ സ്ലൈഡ് മുതൽ 6ാമത്തെ സ്ലൈഡ് വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് കാണിച്ചു തരികയുള്ളൂ കേട്ടോ. ദെൻ കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ് ഓൺലി ദ സ്പെസിഫിക് സ്ലൈഡ് യു സെലക്റ്റഡ് ഏർലിയർ. നമ്മൾ കസ്റ്റം ഷോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ. ഞാൻ സെലക്ട് ചെയ്ത് വെക്കുന്ന സ്ലൈഡുകൾ മാത്രമായിരിക്കും സ്ലൈഡ് ഷോയിൽ നിങ്ങളുടെ മുന്നിൽ കാണാൻ സാധിക്കുക. അത് നമ്മൾ നേരത്തെ കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഓപ്ഷനിൽ കണ്ടു. ആ ഒരു സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ദെൻ ഹൈഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഹൈഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഹൈഡ് സ്ലൈഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്കിപ്പ് എ സ്ലൈഡ് ഡ്യൂറിങ് ദ പ്രസൻറ്റേഷൻ വിത്തൗട്ട് ഡിലീറ്റിംഗ് ഇറ്റ്. ഒരു പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സ്ലൈഡ് ലൈൻ എനിക്ക് കാണിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, മറച്ചു വെക്കാം കേട്ടോ. ആ ഒരു സ്ലൈഡിനെ പ്രസൻറ്റേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാതെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മറച്ചു വെക്കാം. ഫോർ എക്സാമ്പിൾ, യുവർ പ്രസൻറ്റേഷൻ ഹാസ് 10 സ്ലൈഡ്സ്. നമുക്കിപ്പോൾ 10 സ്ലൈഡ് ഉണ്ടെന്ന് വിചാരിക്കുക പ്രസൻറ്റേഷനിൽ. യു ഹൈഡ് സ്ലൈഡ് 6. ഞാൻ 6ാമത്തെ സ്ലൈഡ് ഞാൻ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലൈഡ് ഷോ ടൈമിൽ ബാക്കിയുള്ള സ്ലൈഡുകളെല്ലാം തന്നെ ഷോ ആവും. ഞാൻ മറച്ചു വെച്ച 6ാമത്തെ സ്ലൈഡ് മാത്രം ഹൈഡായിരിക്കും കേട്ടോ. ദെൻ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ദ ഹിഡൻ സ്ലൈഡ് റിമൈൻസ് ഇൻ ദ പ്രസൻറ്റേഷൻ ആൻഡ് ക്യാൻ ബി അൺഹൈഡൻ ലേറ്റർ. അപ്പോൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലൈഡ് പ്രസൻറ്റേഷനിൽ തന്നെ കാണും. അത് പിന്നീട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അൺഹൈഡ് ചെയ്യാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ. അടുത്തൊരു റെക്കോർഡ് നറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സെറ്റപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ റെക്കോർഡ് നറേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഡ് യുവർ റെക്കോർഡഡ് വോയിസ് ടു ദ പ്രസൻറ്റേഷൻ. നമ്മുടെ റെക്കോർഡഡ് വോയിസിനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്രസൻറ്റേഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. സ്ലൈഡ് ഷോ ടൈമിൽ നമുക്കത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയൻസിനെ കേൾപ്പിക്കാം. ആ സമയത്ത് നമ്മൾ ലൈവായിട്ട് കടന്ന് സംസാരിക്കേണ്ട കാര്യം വരുന്നില്ല. അതാണ് റെക്കോർഡ് നറേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു വിവരണം എന്ത് ചെയ്യാൻ പറ്റും, ചേർക്കാനായിട്ട് സാധിക്കും. ഞാൻ റെക്കോർഡ് നറേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡ് നറേഷൻ ഡയലോഗ് ബോക്സ് വരും. നമ്മുടെ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റെക്കോർഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ശബ്ദമുണ്ട് എന്നുണ്ടെങ്കിൽ ബ്രൗസർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ശബ്ദം MP3 ഫയലോ അല്ലെങ്കിൽ .wav ഫയലോ ഒക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്താൽ മതി, നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. അടുത്തത് റിഹേഴ്സ് ടൈമിങ്സ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് യുവർ പ്രസൻറ്റേഷൻ ആൻഡ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ഹൗ ലോങ് യു സ്പെൻഡ് ഓൺ ഈച്ച് സ്ലൈഡ്. അതായത് നമുക്ക് റിഹേഴ്സ് ടൈമിങ്സ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മുടെ
നമ്മുടെ പ്രസൻറ്റേഷൻ ചെയ്യുമല്ലോ, ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ടൈം എനിക്കൊരു സ്ലൈഡിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും പറ്റും. മാത്രമല്ല ഓരോ സ്ലൈഡിലും എത്ര സമയമാണ് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുവാനും സാധിക്കും. ഇതാണ് റിഹേഴ്സ് ടൈമിംഗ് എന്ന് പറയുന്നത്. പ്രാക്ടീസ് യുവർ പ്രസൻറ്റേഷൻ ആൻഡ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ഹൗ ലോങ് യു സ്പെൻഡ് ഓൺ ഈച്ച് സ്ലൈഡ്. ഓരോ സ്ലൈഡിലും എത്ര സമയമാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്ത് വെക്കുവാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ സ്ലൈഡ് 1 12 സെക്കൻഡ് ആണെങ്കിൽ സ്ലൈഡ് 2 18 സെക്കൻഡ്, സ്ലൈഡ് 3 10 സെക്കൻഡ്. ദീസ് ടൈമിങ്സ് ക്യാൻ ബി സേവ്ഡ് ഫോർ ഓട്ടോമാറ്റിക് പ്ലേ ബാക്ക്. അപ്പോൾ ഒരു സ്ലൈഡ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടൈമിംഗ് ഓരോ സ്ലൈഡിലും റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെയിം ടൈമിംഗ് തന്നെ പ്രസൻറ്റേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതാണ് റിഹേഴ്സ് ടൈമിങ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ പഠിക്കുക. പ്രാക്ടീസ് യുവർ പ്രസൻറ്റേഷൻ ആൻഡ് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ഹൗ ലോങ് യു സ്പെൻഡ് ഓൺ ഈച്ച് സ്ലൈഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് റിഹേഴ്സ് ടൈമിങ്സ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അടുത്തത് യൂസ് റിഹേഴ്സ്ഡ് ടൈമിങ്സ്. റൺസ് ദ പ്രസൻറ്റേഷൻ യൂസിങ് ദ സേവ്ഡ് ടൈമിങ്സ് ഫ്രം റിഹേഴ്സ് ടൈമിങ്സ് കേട്ടോ. അപ്പോൾ നമ്മൾ റിഹേഴ്സ് ടൈമിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത ആ ഒരു ടൈമിങ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രസൻറ്റേഷൻ റൺ ആകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ റൺസ് ദ പ്രസൻറ്റേഷൻ യൂസിങ് ദ സേവ്ഡ് ടൈംസ്, സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രസൻറ്റേഷനെ റൺ ചെയ്യാം കേട്ടോ. നമ്മൾ റിഹേഴ്സ് ടൈമിങ്സിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഓരോ സ്ലൈഡിലും എത്ര സമയമാണ് സ്പെൻഡ് ചെയ്തത് എന്നുള്ളത്. അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആക്ച്വൽ പ്രസൻറ്റേഷൻ റൺ ആകുന്ന സമയത്തും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. If enabled, slides advance automatically according to the recorded times. If disabled, you manually move the next slide കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഓപ്ഷൻ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റേഷൻ റൺ ആകുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ സ്ലൈഡ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്ലൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റിഹേഴ്സ് ടൈമിംഗ് അനുസരിച്ചായിരിക്കും ആ ഒരു സ്ലൈഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലി എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുവാനായിട്ടും സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു പർട്ടിക്കുലർ സ്ലൈഡ്, ഈ ഒരു സ്ലൈഡ് എനിക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ സെലക്ട് ചെയ്യുക. ഞാൻ റിഹേഴ്സ് ടൈമിങ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇതവിടെ ടൈം മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ഞാൻ പ്രസൻറ്റ് ചെയ്യാനായിട്ട് എത്ര സമയമാണോ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ടൈം ഇവിടെ റെക്കോർഡഡ് ആവും കേട്ടോ. ആ ഒരു ടൈം ഇവിടെ റെക്കോർഡഡ് ആവും. ഞാൻ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ചോദിക്കും ദ ടോട്ടൽ ടൈം ഫോർ ദ സ്ലൈഡ് ഷോ വാസ് 15. ഡു യു വാണ്ട് ടു കീപ് ദ ന്യൂ സ്ലൈഡ് ടൈമിങ്സ് ടു യൂസ് വെൻ യു വ്യൂ ദ സ്ലൈഡ് ഷോ. അപ്പോൾ ഇവിടെ റെക്കോർഡായ ആ ടൈം കീപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ യെസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു ടൈമിങ് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട ആ ഒരു ടൈമിങ്സ്, ആ ഒരു ആക്ച്വൽ ടൈമിങ് ഈ നമുക്ക് ആക്ച്വൽ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്ന സമയത്തും എന്ത് ചെയ്യാം, അത് അവിടെ റിഫ്ലക്റ്റഡ് ആവും കേട്ടോ. അപ്പോൾ അത് എനേബിൾ ആക്കി കഴിഞ്ഞാൽ ആ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റിഹേഴ്സ് ടൈമിങ്ങിനെ എനിക്ക് പ്രസൻറ്റേഷൻ റൺ ചെയ്യുന്ന ടൈമിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സെയിം ടൈം തന്നെ അവിടെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് മോണിറ്റേഴ്സ് ഗ്രൂപ്പ്. എന്താണ് മോണിറ്റേഴ്സ് ഗ്രൂപ്പ്? മോണിറ്റേഴ്സ് ഗ്രൂപ്പ് ഇതാ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോണിറ്റേഴ്സ് ഗ്രൂപ്പ് കാണാനായിട്ട് സാധിക്കും. അവിടെ പ്രധാനമായിട്ടും കാണുന്നത് എന്താണ്, റെസൊല്യൂഷൻ അല്ലേ. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഏതാണോ നമുക്ക് വേണ്ടത് അത് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ഷോ പ്രസൻറ്റേഷൻ ഓൺ. നമുക്ക് പ്രസൻറ്റേഷൻ മോണിറ്ററിലാണോ പ്രൊജക്ടറിലാണോ പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഷോ പ്രസൻറ്റേഷൻ ഓൺ, ഞാൻ പ്രൈമറി മോണിറ്ററാണ് ഇവിടെ കിടക്കുന്നത് കേട്ടോ. പ്രൊജക്ടർ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ലിസ്റ്റിൽ എന്ത് ചെയ്യും, നമുക്ക് കാണിച്ചു തരും. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതിയാവും. ദെൻ യൂസ് പ്രസൻറ്റർ വ്യൂ. ഡിസ്പ്ലേ സ്പീക്കർ നോട്ട്സ് ഓൺ സ്ക്രീൻ വൈൽ ദ ഓഡിയൻസ് സീസ് ഓൺലി ദ സ്ലൈഡ്സ് കേട്ടോ. അതായത് യൂസ് പ്രസൻറ്റർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പീക്കർ നോട്ട്സ് നമുക്ക് ഒരു ഒറ്റ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിക്കാം. പക്ഷേ ഓഡിയൻസ് എന്താണ്, സ്ലൈഡ് മാത്രമേ ഓഡിയൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ എൻ്റെ മോണിറ്ററിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പിലായിരിക്കും ഒരു സ്ലൈഡ് ഷോ ഇടുന്നത്. ദെൻ ഇതിനെ ഞാനൊരു പ്രൊജക്ടറിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ലാപ്ടോപ്പിൽ ഒരു പ്രസൻറ്റർ കാണുമ്പോഴത്തേക്ക് അയാൾ ആഡ് ചെയ്ത നോട്ട്സ്, സ്പീക്കർ നോട്ട്സ് കാണാൻ പറ്റും. പക്ഷേ ഓഡിയൻസിന് പ്രൊജക്ടറിലെ സ്ലൈഡ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അവർക്ക് ഈ നോട്ട്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാനായിട്ട് സാധിക്കില്ല. അതാണ് പ്രസൻറ്റർ വ്യൂ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സ്പീക്കർ നോട്ട്സ് ഓൺ വൺ സ്ക്രീൻ വൈൽ ഓഡിയൻസ് സീസ് ഓൺലി ദ സ്ലൈഡ്സ്. അത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ സിമ്പിളാണ്, പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. നമുക്ക് പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീ നോക്കാം.
അപ്പോൾ F5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആവർത്തിച്ച് പഠിച്ചതാണ്. സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഫ്രം ദ ബിഗിനിങ്. ഷിഫ്റ്റ് F5 കൊടുത്തു കഴിഞ്ഞാലോ സ്റ്റാർട്ട് ഫ്രം കറണ്ട് സ്ലൈഡ്. നമുക്ക് കറണ്ട് സ്ലൈഡിൽ നിന്നും സ്ലൈഡ് ഷോ എന്ത് ചെയ്യാൻ പറ്റും, ആരംഭിക്കുവാനായിട്ട് സാധിക്കും. എസ്കേപ്പ് കീ അമർത്തി കഴിഞ്ഞാലോ എൻഡ് സ്ലൈഡ് ഷോ എന്ത് ചെയ്യാം, നമുക്ക് എൻഡാക്കാം. ദെൻ എൻ്റർ സ്പേസ് ബാർ റൈറ്റ് ആരോ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് സെലക്ട് ചെയ്യാൻ സാധിക്കും. P ബാക്ക് സ്പേസ് ലെഫ്റ്റ് ആരോ, പ്രീവിയസ് സ്ലൈഡിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതുപോലെ ഒരു സ്ലൈഡ് ഷോ നടക്കുന്ന സമയത്താണ് ഈ ഒരു പറയുന്ന ഷോർട്ട് കട്ടുകൾ കൊടുക്കേണ്ടത് കേട്ടോ. ഒരു സ്ലൈഡ് ഷോ നടക്കുന്ന സമയത്ത് നമ്മുടെ കീബോർഡിൽ B അമർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലാക്ക് സ്ക്രീന് കാണാൻ സാധിക്കും. W അമർത്തി കഴിഞ്ഞാൽ കണ്ടോ, W അമർത്തിയപ്പോഴത്തേക്ക് വൈറ്റ് സ്ക്രീൻ കണ്ടു. ഒന്നുകൂടി കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയേണ്ടത്, നോർമലി നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞാൻ B ആണ് കൊടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അത് ബ്ലാങ്ക് ആയി അല്ലേ. ഇവിടെ സ്ലൈഡ് ഷോ നടക്കുന്ന സമയത്ത് B കൊടുത്തപ്പോഴത്തേക്ക് അത് ബ്ലാക്കായി, W കൊടുത്തപ്പോഴത്തേക്ക് എന്തായി, അത് വൈറ്റ് സ്ക്രീനായി. അപ്പോൾ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് സ്ക്രീന്, W എന്ന് പറഞ്ഞാൽ വൈറ്റ് സ്ക്രീൻ. പക്ഷേ ഒരു സ്ലൈഡ് ഷോ നടക്കുന്ന സമയത്ത് മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അത് വർക്ക് ആവുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദ നമ്പർ പ്ലസ് എൻ്റർ ജമ്പ് ടു എ സ്പെസിഫിക് സ്ലൈഡ്. ഇപ്പം നമ്പറും എൻ്ററും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു സ്പെസിഫിക് സ്ലൈഡിലേക്ക് ചാടിപ്പോവും. കണ്ടോ, ഞാൻ ഒരു 2 എന്ന് പറയുന്ന നമ്പർ കൊടുത്തിട്ട് എൻ്റർ കീ അമർത്തിയപ്പോഴത്തേക്ക് രണ്ടാമത്തെ സ്ലൈഡിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക കേട്ടോ. നമുക്ക് ലാസ്റ്റ് സ്ലൈഡിലേക്ക് പോയതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒരു നമ്പറും എൻ്ററും കൊടുത്തത്. അപ്പോൾ നമ്പർ പ്ലസ് എൻ്റർ എന്ന് പറഞ്ഞാൽ ജമ്പ് ടു സ്പെസിഫിക് സ്ലൈഡ്. അപ്പോൾ ഈ ഷോർട്ട് കട്ടുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ച് വെച്ചിരിക്കുക കേട്ടോ. നല്ല ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. സോ മറ്റൊരു ക്ലാസ്സോടെ വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.